അത്ര നല്ല ഫാൻ ബേസ് ഉണ്ട്, നല്ല സപ്പോർട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പവർ റൂമിലോ അല്ലെങ്കിൽ ക്യാപ്റ്റനായിട്ടോ ഒന്നും കയറിയില്ലെങ്കിലും ജിൻഡോയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റും. നോമിനേഷനിൽ വന്നാൽ വോട്ട് കിട്ടും, ടോപ്പ് 5 വരെ എത്താൻ പറ്റും. ഈ കാര്യങ്ങളൊക്കെ ജിൻഡോയ്ക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ജിൻഡോ സത്യത്തിൽ ഒരു കിടിലൻ ഗെയിമറാണ്. എന്താന്ന് വെച്ചാൽ എത്ര ടാസ്ക് വന്നാലും, അല്ലെങ്കിൽ ഇനി പവർ ടീമിൽ കയറാൻ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന, ക്യാപ്റ്റൻ ആവാൻ ഒരു ഓപ്പർച്യൂണിറ്റി വന്ന, ഇനി എന്ത് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും ജിൻഡോ അതിനുവേണ്ടി 100% എഫേർട്ട് ഇടും. നമ്മൾ പലപ്പോഴും ഇപ്പൊ റോബിനൊക്കെ പറഞ്ഞൊരു ഡയലോഗ് എന്താണ്, ആദ്യത്തെ 50 ദിവസം ഭയങ്കരമായിട്ട് റോബിൻ ഗെയിം കളിച്ചു, ഇനി 50 ദിവസം ഞാൻ വെറുതെ നിന്നാലും എനിക്ക് നിൽക്കാൻ പറ്റും. കാരണം എന്താണ്, റോബിന് അത്രയും ഫാൻ ബേസ് ഉണ്ടെന്ന് റോബിൻ അറിയായിരുന്നു. അതായിരുന്നു റോബിന്റെ ഒരു ഗെയിം സ്ട്രാറ്റജി. ഇവിടെ അഭിഷേക് എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് എന്ത് ചെയ്തു, പുള്ളി ആദ്യം വന്നപ്പോൾ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കി, ആ ഇമ്പാക്റ്റിൽ അവിടെ നിന്ന് പോകാമെന്ന് പുള്ളി വിചാരിക്കുന്നു. പക്ഷെ ഇവിടെ ഈ 60ാമത്തെ ദിവസം എത്തുമ്പോഴും ജിൻഡോ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിൻഡോയ്ക്ക് മതിയാവുന്നില്ല. എന്ന് വെച്ചാൽ ടാസ്ക് കളിക്കണം, എനിക്ക് പവർ റൂമിൽ കയറണം, എനിക്ക് ക്യാപ്റ്റൻസി കയറണം,